നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് ഏകദേശം 700 കോടി രൂപ 1450 മലയാളികൾ വായ്പയായി എടുത്ത് നേരെ അങ്ങ് മുങ്ങി. മിക്കവരും കേരളത്തിലേക്ക്, ചിലർ UK-യിലേക്ക്, മറ്റു ചിലർ കാനഡയിലേക്ക്. ശമ്പള സർട്ടിഫിക്കറ്റ് ജാമ്യം നൽകിയാണ് ഇത്തരം വായ്പയെടുക്കൽ. മറ്റു രാജ്യങ്ങളിലേക്ക് വായ്പയെടുത്ത് മുങ്ങി സുഖമായി ജീവിക്കാം എന്ന് കരുതിയവർക്ക് തെറ്റി. ഇപ്പോഴിതാ ഗൾഫ് ബാങ്കിന്റെ ജനറൽ മാനേജർ കേരളത്തിലെത്തി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള ADGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലായി നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 8 എണ്ണവും എറണാകുളം റൂറൽ പോലീസ് മേഖലയിലാണ്. കേസിന്റെ അന്വേഷണ ചുമതല ദക്ഷിണ മേഖല IG-ക്ക് കൈമാറും. ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് IG S ശ്യാം സുന്ദർ പറയുന്നു. ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് കൂട്ടത്തോടെ ഇവർ പണം തട്ടിയത്. ഇത്തരത്തിൽ വായ്പയെടുത്ത് മുങ്ങിയവരിൽ അധികവും നേഴ്സുമാരാണ്. 700ഓളം പേർ നേഴ്സുമാർ. പലരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവിടെ ജോലി ചെയ്തിരുന്നവർ. തട്ടിപ്പ് നടത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ അധികൃതർ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ നിലവിൽ സാമ്പത്തിക കുറ്റവാളികളെ കൈമാറുന്ന ഒരു കരാർ നിലവിലുണ്ട്. ഇതിന്റെ ഭാഗമായി നേരത്തെ UAE കേന്ദ്രീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരുടെ പേരിൽ ഇന്ത്യയിൽ കേസെടുത്തിരുന്നു. തിരിച്ചും 3 മാസം മുൻപാണ് വ്യാപകമായ ഈ തട്ടിപ്പ് നടത്തിയതായി ബാങ്ക് അധികൃതർ മനസ്സിലാക്കുന്നത്. ആദ്യം വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യതയൊക്കെ നേടും. അതിനുശേഷം ചെറിയ തുകകൾ വായ്പയെടുത്ത് വീണ്ടും വലിയ തുകയാക്കി മാറ്റും. പിന്നീട് വലിയ തുകകൾ വായ്പയെടുത്ത് നേരെ നാട്ടിലേക്കോ UK-യിലേക്കോ കാനഡയിലേക്കോ അങ്ങ് മുങ്ങിക്കളയും. വായ്പയെടുത്തവരുടെ നാട്ടിലെ വിലാസങ്ങളൊക്കെ കൃത്യമായി ഗൾഫ് ബാങ്കിൽ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ബാങ്കിനും പോലീസിനുമൊക്കെ പണി എളുപ്പമാണ്. വലിയ ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ ഗൾഫ് ബാങ്ക് ആരോപിക്കുന്നത്. അതിലിത്തിരി കാര്യവുമുണ്ട്. UAE കേന്ദ്രീകരിച്ച് സാമ്പത്തിക കുറ്റവാളികളുടെ പേരിൽ ശക്തമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. 2020 മുതൽ ഇതുവരെ UAE 899 സാമ്പത്തിക കുറ്റവാളികളെ വിവിധ രാജ്യങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. ഇപ്പോഴിതാ കുവൈറ്റും ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. നേരത്തെ ഗൾഫ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത്, ക്രെഡിറ്റ് കാർഡുകൾ വഴി ലോൺ എടുത്ത് കേരളത്തിലേക്ക് മുങ്ങുന്നവരെ പിടികൂടാൻ പ്രത്യേക ഏജന്റുമാരെ ഉപയോഗിക്കുകയായിരുന്നു ഗൾഫ് ബാങ്കുകളുടെ ശൈലി. ഇപ്പോൾ അതൊക്കെ മാറി നേരെ പോലീസിനെ കൊണ്ട് പ്രതികളെ അങ്ങ് തൂക്കിയെടുക്കുക. ഡിജിറ്റൽ ലോകത്ത് പഴയതുപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അത്ര എളുപ്പമല്ല എന്ന് മലയാളികൾ തിരിച്ചറിയുന്നു. അങ്ങനെ കുവൈറ്റിൽ നിന്ന് കടമെടുത്ത് നേരെ കേരളത്തിലെത്തി വലിയ വീടൊക്കെ പണിത് സുഖമായി ഉള്ളിലിരിക്കുന്നവരെ തൂക്കിയെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് പലരും കടമെടുത്തിരിക്കുന്നത്. ഇത്തരം തട്ടിപ്പ് നടത്തിയ 700ഓളം മലയാളി നേഴ്സുമാർക്കാണ് കൂടുതൽ പേടിക്കാനുള്ളത്. കാരണം ഇനിയുള്ള അവരുടെ തൊഴിലവസരങ്ങളെയും ഇത് ബാധിക്കും. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സുമാരായി ജോലി ചെയ്തിരുന്ന 700ഓളം പേർ കുറ്റം ആരോപിക്കപ്പെട്ടവരിലുണ്ട്. കുവൈറ്റ് വിട്ട പലരും പിന്നീട് പല രാജ്യങ്ങളിലേക്ക് കടന്നു. കഴിഞ്ഞ മാസം 5-ാം തീയതി ബാങ്ക് പ്രതിനിധികൾ കേരളത്തിലെത്തി സംസ്ഥാന ADGP മനോജ് എബ്രഹാമിനെ നേരിൽ കണ്ട് പരാതി നൽകി. പ്രാഥമിക അന്വേഷണം മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തുകയും കേസിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. 2020-2022 കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പുകളുടെ തുടക്കം. ചെറിയ ലോണുകളെടുത്ത് അവ കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടി. പിന്നീടാണ് 2 കോടി വരെ തട്ടിയെടുത്തത്. ആദ്യം തട്ടിപ്പ് നടത്തി മലയാളികൾ ഇതിന്റെ പഴുതു മനസ്സിലാക്കി കൂടുതൽ സുഹൃത്തുക്കളെ ഇതിലേക്ക് ആകർഷിച്ചുവെന്നാണ് ബാങ്ക് മനസ്സിലാക്കുന്നത്. മലയാളികൾക്ക് അല്ലെങ്കിലും മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ടല്ലോ. തട്ടിപ്പ് നടന്നത് കുവൈറ്റിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി രാജ്യത്തിലേക്ക് മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസെടുക്കാൻ ഇപ്പോൾ നിയമ സംവിധാനം അനുവദിക്കും. അതുകൊണ്ടാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ദക്ഷിണ മേഖല IG അന്വേഷണം നടത്തുന്നതോടെ കൂടുതൽ പരാതികൾ കേരളത്തിലേക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഗൾഫിലെ മിക്ക ബാങ്കുകളും. കാര്യമായ പണം ദുർവിനിയോഗമൊന്നും ചെയ്യാതെ നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്തിയാൽ കുവൈറ്റ് ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോണായി ലഭിക്കും. അതിന് മറ്റ് ഈടൊന്നും നൽകേണ്ടതില്ല. സാലറി സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളം. ഈ സാധ്യതയാണ് അനേകം മലയാളികൾ ദുരുപയോഗം ചെയ്തത്. UK-യിലേക്കും കാനഡയിലേക്കുമൊക്കെ കടന്നതുകൊണ്ട് തങ്ങളിനി പിടിക്കപ്പെടില്ല എന്നവർ കരുതി. അവിടെയും തെറ്റിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും മത്സരിച്ച് ലോണെടുത്തു, പിന്നീടങ്ങ് മുങ്ങി. UK-യിലേക്കും കാനഡയിലേക്കും കടന്നവർ അവിടെ ആദ്യം ഒരു വീട് വാങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ബാങ്കുകൾ മോർട്ട്ഗേജ് നൽകുമ്പോൾ ഒരു നിശ്ചിത ശതമാനം പണം വാങ്ങിക്കുന്നവർ ഇടണം. ഗൾഫിൽ നിന്ന് അടിച്ചെടുത്ത തുകയുണ്ടല്ലോ, അതുകൊണ്ടവർ ആ പണം
തങ്ങൾ മോർട്ട്ഗേജ് ലഭിക്കുന്നതിനായി ബാങ്കിൽ ഡിപ്പോസിറ്റായി കാണിച്ചു. ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതിനിടയിൽ കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് വന്ന തുകയാണ് ഈ പണമെന്ന് UK-യിലെയും കാനഡയിലെയും ഒക്കെ ബാങ്കുകൾ മനസ്സിലാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണം അവർക്ക് തന്നെ പാരയായി. രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യം തടയുന്നതിന്റെ ഭാഗമായി വിവരങ്ങൾ കൈമാറുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പൻ തുക വീടുകൾ വാങ്ങാൻ ഡെപ്പോസിറ്റായി നൽകാൻ തയ്യാറായ വ്യക്തികളെക്കുറിച്ച് മറ്റു ബാങ്കുകൾ കാര്യമായി അന്വേഷിച്ചു. ആധുനിക ലോകത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയാൽ ഏതു വിധേനയും പിടിക്കപ്പെടും എന്ന സന്ദേശമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക. സൈബർ ഫോറൻസിക് വിഭാഗം ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഇതിനു വേണ്ട പ്രത്യേക സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. 400 കുവൈറ്റ് ദിനാറിലധികം ശമ്പളവും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അംഗീകാരവും പരിഗണിച്ച് ഇഷ്ടം പോലെ ബാങ്ക് വായ്പ കുവൈറ്റിൽ ലഭ്യമായിരുന്നു. ഒരിക്കൽ ലോൺ എടുത്ത് 30 തവണ കൃത്യമായി തിരിച്ചടച്ചാൽ ബാങ്ക് തന്നെ ലോൺ ക്ലോസ് ചെയ്ത് വീണ്ടും വലിയ തുക ലോൺ നൽകും. അങ്ങനെ 5, 10, 15 വർഷ കാലാവധികളിലേക്ക് കിട്ടുന്ന വലിയ തുക ലോണുകൾ. ശമ്പളത്തിന്റെ 40 ഇരട്ടി വരെയാണ് സാധാരണ ബാങ്കുകൾ ലോണായി നൽകുന്നത്. ചുരുക്കത്തിൽ 800 കുവൈറ്റ് ദിനാർ സാലറിയുള്ള ഒരു വ്യക്തിക്ക് 32,000 കുവൈറ്റ് ദിനാർ വരെ ലോൺ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. മലയാളികളുടെ അതിബുദ്ധി ഇപ്പോൾ കൂടുതൽ കുരുക്കായിരിക്കുന്നു. ബാങ്ക് ലോൺ ലഭ്യമാക്കണമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കുവൈറ്റിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുകയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ഒപ്പം തട്ടിപ്പ് നടത്തി മുങ്ങിയ ആ ബിരുദന്മാരെ പിടിക്കുകയും ചെയ്യണം. ഇനി ഭൂലോക കുരുക്കാകുന്നത് ഇത്തരം തട്ടിപ്പുകാർക്കാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നതോടെ പത്രമാധ്യമങ്ങൾ അത് വാർത്തയാക്കും. അത് വല്ലാത്ത കുരുക്കായി തീരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.